സുഹൃത്തുക്കളെ. പിന്നെ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഒരാളെതിരെ റിയാക്ഷൻ വീഡിയോ ആണെന്നല്ല പറയുക, ഒരാളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. LDFൻ്റെ അനുയായിയാണ്. എന്തായാലും അവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ തമ്മാമിൽ അടുപ്പിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓൺ വോയിസ് വീഡിയോ ഇടുന്നത്. പേര് ശരണ്യ SP എന്നാണ്. ഞാൻ താഴെ കാണിക്കുന്നുണ്ട്, താഴെ കാണിക്കുന്നുണ്ട്. ഇവരെ ID പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് UDFനും BJPക്കും പ്രതിഹാരദായിയായി നിൽക്കുന്ന നാഗവല്ലിനെക്കാട്ടും ഒരു രൂപത്തിലുള്ള വടശ്ശീനെ പോലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അവരെന്തൊന്ന് ഇരുന്നോ അല്ലെന്ന് ഒന്ന് കുനിഞ്ഞോ അവരെ അത് അടിച്ചു പോകുന്ന രൂപത്തിലുള്ള വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ BJPനും ഈ UDFനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവർ നിൽക്കുന്ന LDFൻ്റെ അകത്ത് വരുന്ന അഴിമതിയോ കാര്യങ്ങളോ കാണിക്കുന്ന കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ വീഡിയോ ഇടുന്നില്ല. സപ്പോസ് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയാന്ന് വെച്ചാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് 3 പാർട്ടിയും കാണിക്കുമ്പോൾ അതുമ്പോൾ എല്ലാ പാർട്ടിയും കാണുന്നുണ്ട്, എല്ലാ പാർട്ടിയും ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. പക്ഷെ അതല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJP UDF ഇത്തരം പാർട്ടിക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെറുതെ ഇല്ലാത്തായ കാര്യങ്ങൾ വെറുതെ എങ്കിലും വായി തോന്നി കാണാതെ വിളിച്ച് പറയാനല്ലാണ്ട് പൊതുജനത്തിന് ഒരു ഉപകാരപ്പെടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ സേവനത്തിൻ്റെ രീതിയിൽ ഒരു വീഡിയോ കാര്യം ചെയ്യുന്നില്ല. കാരണം തമ്മിലടുപ്പിക്കുക, രാഷ്ട്രീയം പറഞ്ഞ് തമ്മിലടുപ്പിക്കുക. ഞാൻ കുറേ ആയി ചെയ്യണം വിചാരിക്കുന്നു, പക്ഷേ ചെയ്യാൻ പറ്റില്ല. പോട്ടെ. അപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എന്ന് പറയുന്ന ആൾ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും 10 വർഷം കേരളത്തിൽ ഭരിച്ചിരുന്ന പിണറായി സർക്കാരിന് പിണറായിനോട് എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? നായിക മുഖത്തേക്ക് പൂച്ചനെടുത്തിട്ട രൂപത്തിലുള്ള നോട്ടവും നാക്കുന്നതുകൊണ്ടുമല്ലേ ഇദ്ദേഹം ഇത്രയും 10 വർഷം ഇവിടെ ഭരിച്ചു പോയത്. ആർക്കും നമ്മളെ വോട്ട് കൂട്ടി നമ്മളെ കൈകൊണ്ട് നമ്മൾ കുത്തിയ വോട്ട് കൊണ്ട് ജയിച്ചിട്ടാണ് ആ അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള 10 ഭരണമാണ് പിണറായി സർക്കാർ എന്താക്കിയത് കാണിച്ചു വെച്ച്. പക്ഷെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ ഞാൻ ഈ പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയം കയറിയ സമയത്ത് ജനങ്ങളോട് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് സമയത്ത് മനസ്സുകൊണ്ട് പിന്മാറിയ ഒരാളാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ സേവിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയമാണോ, അല്ലാണ്ട് ആ സ്ഥാനത്ത് ഞാൻ ഓരോ പൗരനും വോട്ട് ചോദിക്കാൻ വേണ്ടി നായ്ക്കളെ പോലെ ഇരന്ന് പോയിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ. നായ്ക്കളെ പോലെ ഇരന്ന് വീട്ടിൽ പോയി ഞാൻ അതാക്കി തരും, മറ്റേ ആക്കി തരും, മറിച്ചാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഈ വോട്ട് വാങ്ങാൻ വേണ്ടി പോകും. വോട്ട് വാങ്ങിക്കാൻ ഞാൻ ആ നായ്ക്കളെക്കാട്ടും ആട്ടി ഓടിക്കുന്ന രൂപത്തിലുള്ള വർഷങ്ങളും കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നു പോയത്. ചെയ്ത കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കുറച്ച് ഏതാനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 10 വർഷം കൊണ്ട് ഇവർ ചെയ്ത കുറേ തെറ്റുകൾ കാരണമാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കൂ. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ സമൂഹത്തിൽ ഏറെ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. എൻ്റെ കണ്ണിന് മുമ്പ് കണ്ട കാര്യങ്ങളാണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് അഭിമന്യുവിൻ്റെ അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഒരു സംസാരങ്ങൾ പോലും ഈ ശരണ്യ SPൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ED വന്നതിന് ശേഷം എൻ്റെ ഈ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കയറിയിട്ടാണ് ED വന്നിട്ട് സെർച്ച് നടത്തുന്നത്. ആ സമയത്ത് ശുദ്ധമായ കൈ ആണെന്നുള്ള ബോധ്യം ഈ അണികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനവിടെ സംഘർഷം ഉണ്ടായി? അന്നന്ന് എന്താണെന്ന് അയച്ച് രാവിലെ പോയിട്ട് വണ്ടി ഓട്ടിക്കൊണ്ടുവന്ന ഒരു 10 രൂപയ്ക്കാണെങ്കിൽ 100 രൂപയ്ക്കാണെങ്കിൽ 500 രൂപയ്ക്കാണ് കിട്ടുന്ന പൈസ കുടുംബം പോറ്റുന്ന ഒരു തന്നെ വണ്ടി നശിപ്പിച്ചപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി? അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ കൈ ശുദ്ധമാണെന്ന് പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിൽ ഈ ED വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കയ്യാങ്കളിയോ അക്രമ രാഷ്ട്രീയമോ ആയിട്ട് മുന്നോട്ട് പോകാൻ പാടുണ്ടോ? നിലത്ത് ഈ 10 വർഷം ജനങ്ങൾ അതൊരു ട്രോളാട്ടോ. 10 വർഷം ജനങ്ങളെ മുകളിൽ കസേരയിട്ട് കറങ്ങി കളിച്ച ആളുകളെ വരെ നിലത്തിരുന്നുകൊണ്ട് റോഡിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് സമരം ചെയ്യുന്നത്. അത്ര വരെ എത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ട്രോളുന്നത്. സത്യമല്ലേ? കർമ്മത്തെ എന്ന് വിശ്വസിക്കുന്ന ആളെ ആ കർമ്മ എന്നുണ്ടെങ്കിൽ അത് ആര് ചെയ്താലും അത് തിരിച്ചടിക്കുള്ളൂ. അപ്പോൾ അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനെതിരായിട്ട് ഒരുപാട് എന്താ പറയുക കമൻറ്റുകൾ വരും. എനിക്കെതിരെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമെന്നറിയാം. ഞാൻ എന്തെങ്കിലും കരുതി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും തുടങ്ങി. ഇനിയിപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ എന്തെങ്കിലും വായി തോന്നിയ കാര്യങ്ങളൊക്കെ ഇവിടെ പോലത്തെ ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെങ്കിലും പ്രതികരിക്കാമല്ലോ. നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് മൈക്ക് വെച്ചിട്ട് വിളിച്ചു തരാനല്ല. എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊടുക്കും. നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും ഇനി എന്നെ തളർത്തുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടാലും ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും. കാരണം മറ്റുള്ളവർ പോലെ അല്ല, ഞാൻ പണങ്ങിയും പോവില്ല, ചൊടിച്ചും പോവില്ല, ഞാനത് പ്രതികരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. പിന്നെ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.
എന്തോ എനിക്കിത് പ്രതികരിക്കണം തോന്നി. കാരണം ഇവിടെ വീഡിയോ നോക്കി ശരണ്യ SP എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയാൽ ആ മൊത്തം വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരു കാര്യമില്ല. അന്നെങ്കിൽ എന്താ വെച്ചാൽ രാഷ്ട്രീയങ്ങൾ പറഞ്ഞിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്നത് തന്നെ നിർത്തിയാൽ ഇവിടെ നമുക്ക് അംഗീകരിക്കണം. പക്ഷേ ഞാൻ അംഗീകരിക്കും. ഞാനല്ല, എൻ്റെ പോലത്തെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല. ഇവിടെ പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ ഇവിടെ പോട്ടെ, ഇവിടെ അക്കൗണ്ട് ഇവിടെ ഇതിനകത്ത് നാളെ ഇവളിപ്പോൾ ഇന്ന് കിടന്നിട്ട് നാളെ എണീക്കുന്നത് പടച്ചോനെ തമ്പുരാനെ നാളെ UDF എന്തെങ്കിലും ഒന്ന് വിവരക്കേട് കാണിച്ചേക്കണം, അല്ലെ പിന്നെ BJP എന്തെങ്കിലും ചെയ്തേക്കണം വിചാരിച്ചുകൊണ്ട് ഇവളൊക്കെ കിടക്കുന്നതും എണീക്കുന്നതും. പക്ഷെ ഞാൻ അങ്ങനല്ല. ഇവളെ എന്ത് കിടന്ന് ഇവളെ എന്ത് വായിത്തുനിന്ന് വിളിച്ചു പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ച് എന്തൊക്കെ റിപ്ലൈ തരുന്നു, എൻ്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്താൽ ഞാൻ ഇനി ഇത് മുതൽ അങ്ങോട്ട് കുറേ ആയില്ലേ UDFൻ്റെ BJPൻ്റെ ഒക്കെ വിറ്റിട്ട് അരി വാരി തിന്നുന്നത്. ഞാനിനി ശരണ്യ SP വീഡിയോ വിട്ടിട്ട് ഞാൻ അരി വാരി തിന്നട്ടെ. ഇതിൻ്റെ കന്നി വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റോ കാര്യം ഒന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ട്രോളന്മാരെ അല്ലെങ്കിൽ കമൻ്റ് അടിക്കുന്ന ബാഡ് കമൻ്റ് അടിക്കുന്ന ആൾക്കാരെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളെ കമൻ്റ് എനിക്ക് വേണ്ടത്, നിങ്ങളെ മോശമായ സംസാരം എനിക്ക് വേണ്ടത്. എന്നാലേ എനിക്ക് പിന്നെയും മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ശരണ്യ ഇനി ഇതിന് റിപ്ലൈ തരുമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.